കോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ അടുത്ത് നിൽക്കെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിൽ 2 രാജയും 1 എസ് രാജേന്ദ്രനുമാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ മീറ്റ് ദി കാൻഡിഡേറ്റിൽ ഒപ്പമുള്ളത് UDF സ്ഥാനാർത്ഥിയായ ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ F രാജയാണ്. നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചറിയാം. നമസ്കാരം, മീറ്റ് ദി കാൻഡിഡേറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓക്കെ, നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വലിയ ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങൾ? ആദ്യം എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം അടിമാലിലായിരുന്നു പ്രചരണം എൻ്റെ, രണ്ടാമത് വെള്ളത്തൂരിലായിരുന്നു. പോകുന്ന സ്ഥലത്തെ എല്ലാം പൊതുജനങ്ങൾ നല്ല സ്വീകരണമാണ്. എനിക്ക് എല്ലാവരും ഞാൻ ചോദിക്കുന്ന സ്ഥലം എല്ലാം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാം എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. ഓക്കെ, ഇത്തവണ മറ്റ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഒരു കന്നി അംഗമാണ് ഇത്തവണ. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ ഫാമിലിയിൽ 2 MLA-മാരാണ്, ex-MLA. എൻ്റെ അച്ഛൻ്റെ നേരെ മൂത്ത സഹോദരന്മാരാണ്. എനിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ നല്ല പരിചയമുണ്ട്, ജനങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നെ അറിയാത്ത ആൾ ആരുമില്ല. പൊതുവായിട്ട് ഞാൻ പോയ ഭരണസമിതിയിൽ പള്ളിവാസൽ പഞ്ചായത്തിൽ 12ാം വാർഡിൽ മെമ്പറായിരുന്നു. എല്ലാ ഏരിയയിലും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ എൻ്റെ പാർട്ടി തിരഞ്ഞെടുത്തു. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 10 വർഷം ഇവിടെ ഭരണം LDF ആയിരുന്നു. പക്ഷേ ഒരു വികസനം പോലും പാവപ്പെട്ടവർക്കോ ഇല്ല, വേറെ എന്ത് കാര്യങ്ങളോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഇവിടെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് തിരിച്ചിരിക്കും. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, അതായത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി. ഇത്തരം രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുമായിട്ടൊരു സമ്പർക്കമുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഉറപ്പായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങളായിട്ട് ഞാൻ നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ ഏത് കാര്യത്തിലും ഞാൻ നേരെ പോയി അവരെ കാണുന്ന ആളാണ്. അത് കാരണം കൊണ്ട് എന്നെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ തിരഞ്ഞെടുത്താൽ ഈ ജനങ്ങൾക്ക്, ഈ പാവപ്പെട്ടവർക്ക് ഞാൻ അവർ പിന്നിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഈ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. പിന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം നമ്മുടെ ദേവികുളം നിയോജക മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തോട്ടം തൊഴിലാളികൾ, അല്ലെങ്കിൽ തോട്ടം മേഖല, കാർഷിക മേഖല, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പ്രദേശമാണ്. എങ്ങനെയാണ് ഈ കാർഷിക മേഖലയും അല്ലെങ്കിൽ തോട്ടം മേഖലയും ആ മേഖലകൾ തമ്മിൽ UDF-ന്റെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? ഈ കാർഷിക മേഖല എന്ന് വെച്ചാൽ ഞാൻ കാർഷിക മേഖലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് എനിക്ക് എല്ലാ അറിയുന്ന ആളാണ്. എനിക്ക് ഏലത്തോട്ടം ഉള്ളതാണ്. അതുപോലെ ഞാൻ പണ്ട് കാലം തൊട്ട് എൻ്റെ അച്ഛൻ്റെ കാലത്തൊട്ട് ഞാൻ കൃഷി ചെയ്ത് വരുന്നതാണ്. അത് കാരണം കൊണ്ട് കൃഷിക്കാരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ബന്ധങ്ങൾ എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കാർഷിക മേഖലയും തോട്ടം മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഒപ്പം ഉണ്ടാകുമെന്നാണ് F രാജ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ പ്രചരണം വന്ന് വട്ടവടയിലായിരുന്നു. ഇവിടെ 40 വർഷമല്ല 50 വർഷം മേലിലാവുക. പക്ഷെ ഇവിടെ ഒരു വികസനവുമില്ല. ഇതുവരെ റോഡില്ല. ഇവിടെ ഞാൻ പോകുന്ന സ്ഥലത്ത് മൊത്തം പറയുന്നത് ഇവിടെ റോഡില്ല. ഇവിടെ കൃഷിയാണ് മെയിൻ, പച്ചക്കറിയാണ്. പക്ഷെ ഇവിടെ ഒരു സബ്സിഡി
ഈ ജനങ്ങൾക്ക് ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല, ഒരു വളം കൊടുത്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ സർക്കാർ വന്ന് ഇവർക്ക് ഈ കൃഷിക്കാർക്ക് ഒരു കാര്യങ്ങൾ ഇതുവരെ അവർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഈ കാര്യത്തിൽ നാം മുമ്പോട്ട് ഇരുന്ന് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ UDF നമ്മുടെ ജില്ലയിലൊക്കെ ഒരു വലിയൊരു മിന്നും വിജയമായിരുന്നു ഉള്ളത്. അപ്പൊ ആ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണത്തെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ആ വിജയം ഉണ്ടാകുമോ? 100% ഇവിടെ അതായിരിക്കും. എന്നാന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വിജയമാണ്, അതുപോലെ നിയമസഭ ഇതിലും നമുക്ക് വലിയ വിജയം കാണും. എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പറഞ്ഞു കുടുംബപരമായിട്ടൊരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇത്തവണ ഇങ്ങനെ ഒരു കന്നി അംഗത്തിന് നിൽക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്താണ്? അതായത് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛൻ്റെ നേരെ മൂത്ത 2 സഹോദരന്മാരാണ് ഇവിടെ പണ്ട് കാലത്തിൽ MLA ആയിട്ട് ഇരുന്നത്. അവരൊക്കെ സത്യസന്ധമായിട്ടാണ് ഈ ജനങ്ങളുടെ അടുത്ത് പ്രവർത്തനം ചെയ്തത്. അതുപോലെ തന്നെ നാനും ഈ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിരുന്ന് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പൊ ഇനി വരുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പില് ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ F രാജ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു വികസന പ്രവർത്തനങ്ങളുടെ ഒരു എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഞാൻ ഈ വട്ടവട ഭാഗത്ത് വന്നപ്പം 40 വർഷമായിട്ട് ഇവിടെ റോഡില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഒത്തിരി, അതായത് ഭൂമി പ്രശ്നമുണ്ട്. 1964 ഒരു ചട്ടഭേദഗതി ഉണ്ട്, അത് ഇതുവരെ ഈ സർക്കാർ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ഇത് എല്ലാ കാര്യങ്ങളും ഈ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും. അതായത് യുവജനങ്ങൾ എന്ന് വെച്ചാൽ കോളേജിലുള്ള പിള്ളേരായാലും ശരി, സ്കൂളിൽ പഠിക്കുക +1 +2 പിള്ളേരായാലും ശരി, അവരുടെ ഇത് വന്ന് നമുക്ക് നല്ല ഒരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്ത്. ഉന്നത വിദ്യാഭ്യാസം ഇത്രയും വർഷം ഇവിടെ ഒരു LDF കോട്ട അല്ലെങ്കിൽ അവരുടെ ഒരു കോട്ട തന്നെയായിരുന്നു, അല്ലെങ്കിൽ അവർ ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ വികസന പ്രവർത്തനങ്ങൾ അവർ ഊന്നി പറയുമ്പോൾ എന്താണ് UDF ഭാഗത്തു നിന്നും നമുക്ക് പറയാനുള്ളത്? അവരുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതുവരെയുള്ളത്? മൂന്നാറിലെ ഒരു കോളേജ് പ്രളയത്തിൽ പോയതാണ്, അത് ഇതുവരെ ഇവർ അത് ചെയ്തു തന്നില്ല. അതുപോലെ ഈ മൂന്നാറിലെ ഒരു ആശുപത്രി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, വന്ന് കല്ലിട്ടു, അല്ലാതെ ഒരു കാര്യം ഇവർ ചെയ്യുന്നില്ല. ഫ്ലക്സ് വയ്ക്കും, അല്ലാതെ ഒരു കാര്യങ്ങൾ ഇവർ ഒന്നും ചെയ്യൂല. നുണപ്രചരണം മാത്രമേ ഉള്ളൂ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പട്ടയ പ്രശ്നം അല്ലെങ്കിൽ ഈ ഭൂവിഷയങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഭൂവിഷയം വന്ന് ഇവർ ജനങ്ങൾക്ക് പട്ടയം കൊടുക്കുമെന്ന് പറയും. ഇതുവരെ ഇവരുടെ സർക്കാരിലൊന്നും ഒരു പട്ടയം ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കാനും ഇവർ പോകുന്നില്ല. ഈ അവസാന ഘട്ടം വരുമ്പോൾ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും, 1 കോടി രൂപ അവിടെ ഫണ്ട് വെച്ച് ഇവിടെ വെച്ചെന്ന് പറയും. ഒരു കാര്യം നടപ്പിലാവില്ല. ഇത് കഴിഞ്ഞാലും നടപ്പിലാവില്ല. ഇത്തവണ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന പോലെയാണ് ഈ മണ്ഡലം. അപ്പം എതിർ സ്ഥാനാർത്ഥികളെ, അത് ഇത്തവണ ഒരു NDA സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി, ഈ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ്, എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാജേന്ദ്രൻ 3 പ്രാവശ്യം MLA ആയിരുന്നു. ഒരു വികസന പ്രവർത്തനം ഇവിടെ ചെയ്തിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവർ ഒന്നും ചെയ്തിട്ട്, തോട്ടം മേഖല ആയാലും ശരി അവർക്ക് ശമ്പളം ഉയർത്തി അവർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ A രാജ എന്ന് വെച്ചാൽ അവർ ഇപ്പം ഇവിടെ പോയ പ്രാവശ്യം അവർ MLA ആയിരുന്നു. ഒരു വികസനം ചെയ്തിട്ടില്ല. എല്ലാം നുണ പ്രചരണം മാത്രമേ അവരുടെ ഭാഗത്തിരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ മീറ്റ് ദി കാൻഡിഡേറ്റില് സമയം വളരെ ചുരുക്ക സമയമാണ്. എന്താണ് ഇനി നമ്മുടെ വോട്ടർമാരോട് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്, പ്രചരണ പ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? അതായത് ഈ നിയോജക മണ്ഡലത്തിലിരുന്ന് ദേവികുളം മണ്ഡലത്തിലിരുന്ന് എന്നെ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഇവർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ പട്ടയ വിഷയമായാലും ശരി, ഭൂമി വിഷയമായാലും ശരി, ഇതുപോലെ മൂന്നാറിൽ ഹോസ്പിറ്റലിൽ, പിന്നെ കോളേജ്, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാനുണ്ട്. എന്നെ തിരഞ്ഞെടുത്ത ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലും ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചത് UDF സ്ഥാനാർത്ഥി F രാജയാണ്. അപ്പം മുന്നോട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും വിജയാശംസകൾ നേരുകയാണ്. അപ്പം നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. അപ്പം UDF സ്ഥാനാർത്ഥി F രാജയോടൊപ്പം വട്ടവടയിൽ നിന്നും വിപുൽ മാത്യു.
കോൺഗ്രസാണ് ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീര